വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ എഴുതിയിട്ടുള്ള ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന പോയാണ്. പോയത്തിൻ്റെ ഫസ്റ്റ് 4 ലൈൻസ് നോക്കാം. വൈ ഹാങ്സ് ദൗ ലോൺലി ഓൺ യു വിതേർഡ് ബൗ അൺസ്ട്രങ് ഫോർ എവർ മസ്റ്റ് ദൗ ദ റിമൈൻ ദൈ മ്യൂസിക് വൺസ് വാസ് സ്വീറ്റ് ഹൂ ഇയേഴ്സ് ഇറ്റ് നൗ. വൈ ഹാങ്സ് ദൗ ലോൺലി ഓൺ യു വിതേർഡ് ബൗ. ഒരു വിതേർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രാഞ്ചിൽ ഒരു ഹാർപ്പ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഹാർപ്പ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിക്ചർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അൺസ്ട്രങ് ഫോർ എവർ മസ്റ്റ് ദൗ ദ റിമൈൻ. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹാർപ്പിൻ്റെ സ്ട്രിങ് ഒക്കെ നഷ്ടമായിട്ടുണ്ട്. ഒരു ഹാർപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ട്രിങ് ഇല്ലാതെ അതിലൊരു മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പോയിട്ട് ചോദിക്കുന്നത് ആ ഹാർപ്പ് അങ്ങനെ ഒരു മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ ആയി പോകുമെന്നുള്ള ഒരു ടെൻഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ദൈ മ്യൂസിക് വൺസ് വാസ് സ്വീറ്റ്. ഈ ഹാർപ്പ് ഒരു ടൈമിൽ നന്നായി മ്യൂസിക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൂ ഇയേഴ്സ് ഇറ്റ് നൗ. ഇപ്പം അത് കേൾക്കാൻ ആരുമില്ല. വൈ ഡൗട്ട് ദ ബ്രീസ് സൈ ഓവർ ദി ഇൻ വെയിൻ. കാറ്റൊക്കെ ഈ ഹാർപ്പിലൂടെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ സൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഹാർപ്പിലൂടെ ഒരു കാറ്റ് പോകുന്ന സമയത്തൊന്നും ഒരു മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത്. പക്ഷേ ഇതിലൊരു ഇന്നർ മീനിങ് ഉണ്ട്. സിംബോളിക് ആയിട്ടാണ് ഈ ഹാർപ്പിനൊക്കെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഹാർപ്പ് ഒരു സിമ്പിളായിട്ടാണ് പോയറ്റ് യൂസ് ചെയ്യുന്നത്. ഹാർപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഗ്ലോറിയസ് ട്രഡീഷൻ ഓഫ് പോയട്രി, മ്യൂസിക് ആൻഡ് ക്രിയേറ്റിവിറ്റിനെയാണ്. ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഒരു തരത്തിലുള്ള മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈവൻ ഈ ബ്രീസ് വരുമ്പോൾ പോലും ഒരു മ്യൂസിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കൊളോണിയൽ റൂളിൻ്റെ അണ്ടറിൽ ഇന്ത്യക്ക് എല്ലാം നഷ്ടമായിട്ടുണ്ട്. അവർക്ക് തനതായിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷൻ തന്നെ നഷ്ടമായിട്ടുണ്ട്. അതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസിലൂടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. സൈലൻസ് ഹാത്ത് ബൗണ്ട് ദീ വിത്ത് ഹർ ഫേറ്റൽ ചെയിൻ നെഗ്ലക്റ്റഡ് മ്യൂട്ട് ആൻഡ് ഡെസ്ലേറ്റ് ആർട്ട് ദൗ ലൈക്ക് റൂയിൻ മൊണ്യൂമെൻറ്റ് ഓൺ ഡിസേർട്ട് പ്ലെയിൻ. ഈ 3 ലൈനിൽ പറയുന്നത് ഇന്ത്യയുടെ ക്രിയേറ്റീവ് സൈഡ് ഇപ്പോൾ സൈലൻസിലാണ്. അതൊരു ചങ്ങലയിൽ ഇട്ട് വെച്ചതാണ്. ഇവിടെ ഒരു സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. ഹാർപ്പിനെ ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് ഒരു റൂയിൻഡ് ആയിട്ടുള്ള മൊണ്യൂമെൻറ്റ് പോലെയാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ റിച്ച് കൾച്ചറൊക്കെ നശിച്ചിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. മെനി എ ഹാൻഡ് മോർ വേർത്തി ഫാർ ദാൻ മൈൻ. പോയിറ്റ് ഹംബിളായിട്ട് പറയാണ്. അദ്ദേഹത്തിനെക്കാട്ടിലും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് പോയിറ്റ്സ് ഉണ്ട്. അവർ അദ്ദേഹത്തിനെക്കാട്ടിലും വേർത്തിയാണ് ഇന്ത്യൻ പോയിട്രി ഒന്ന് റിവൈവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. വൺസ് ദൈ ഹാർമോണിയസ് കോഡ്സ് ടു സ്വീറ്റ്നസ് ഗേവ് ആൻഡ് മെനി എ റീത്ത് ഫോർ ദം ഡിഡ് ഫെയിം എൻ വൈൻ ഓഫ് ഫ്ലവേഴ്സ് സ്റ്റിൽ ബ്ലൂമിങ് ഓൺ ദ മിനിസ്ട്രൽസ് ഗ്രേവ്. ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന പോയിറ്റ്സൊക്കെ ഒരുപാട് പോയിട്രിയൊക്കെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ഫെയിം നേടിയിട്ടുള്ളവരാണ്. അവരൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുണ്ട്. അവർ മരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഫെയിം സ്റ്റിൽ എക്സിസ്റ്റഡ് ആണ്. എല്ലാവരും അവരെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നാണ് ഈ ലൈൻസിലൂടെ പോയിറ്റ് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന പോയറ്റിന് ഇന്ത്യൻ കൾച്ചറൊക്കെ റിവൈവ് ചെയ്യാൻ കഴിയും. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആ ഗ്ലോറി തിരിച്ചെടുക്കാനും കഴിയും. ലാസ്റ്റ് ലൈനിൽ കാണാൻ പറ്റും പോയറ്റ് സ്വന്തമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി, ഇന്ത്യൻ ട്രഡീഷൻ റിവൈവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. ഇവിടെ പോയറ്റ് ഹാർപ്പിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആ ഇൻസ്ട്രുമെൻ്റ് ഒന്ന് മീട്ടിക്കോട്ടെ എന്നുള്ള കാര്യം. പോയറ്റ് ഇവിടെ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഗ്രീറ്റ്നെസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. കൊളോണിയൽ റൂളിൻ്റെ അണ്ടറിൽ ഇന്ത്യ അതിൻ്റെ ഗ്ലോറിയസ് പാസ്റ്റ് എല്ലാം മറന്നു പോയിട്ടുണ്ട്. അത് റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ പോയറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാവുന്നത്. പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.